നമ്മളിപ്പോൾ വേദി 2 പെരിയാറിലാണ് നിൽക്കുന്നത്. അതായത് വഴുതക്കാട് വുമൻസ് കോളേജിൽ. ഇവിടെ ഇപ്പോൾ നാടോടി നൃത്ത മത്സരം അവസാനിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു മത്സരാർത്ഥിയുണ്ട്. പ്രത്യേകിച്ച് പരിശീലനങ്ങൾ ഒരു ടീച്ചറിൻ്റെ കീഴിലൊന്നും പരിശീലനമൊന്നും ലഭിക്കാതെയാണ് ഇവിടെ നൃത്തം ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷേ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആളുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഹായ്. ഹലോ. എന്താ പേര്? എൻ്റെ പേര് ശിവകല്യാൺ. ഏത് ഡിസ്ട്രിക്റ്റാണ്? ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഞാൻ തലശ്ശേരി BMB HSS ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ടീച്ചറൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരത്തിന് വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്? എന്നെ ഇത് പഠിപ്പിച്ചതെല്ലാം ഒരു ടീച്ചറാണ്. ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടത് ഒരു NCC ക്യാമ്പിൽ വെച്ചിട്ടാണ്. ഒരു RDC കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ സെലക്ഷന് വെച്ചിട്ട് കണ്ടുമുട്ടി. ടീച്ചർ ഇങ്ങോട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, കളിക്കുന്നുണ്ടല്ലോ, ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് കുച്ചിപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു ജില്ലയിൽ. കുച്ചിപ്പൊടി നാടോടിനൃത്തമാണ് ഞാൻ ചെയ്തത്. കുച്ചിപ്പൊടി എനിക്ക് പക്ഷേ ഡ്രസ്സ് അഴിഞ്ഞു പോയത് കൊണ്ട് പിന്തള്ളി ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. പക്ഷേ നാടോടിനൃത്തം വരാൻ സാധിച്ചു. ടീച്ചർ എന്ന് വെച്ചാൽ ടീച്ചറുടെ പേര് കലാമണ്ഡലം ദിയാദാസ്. ടീച്ചർ ഒരു വലിയ പ്രയത്നം, പിന്നെ അച്ഛനമ്മമാരുടെ സപ്പോർട്ട് എല്ലാം. അപ്പോൾ പ്രത്യേകിച്ച് ഡാൻസ് ഒരു പരിശീലനം ഇതുവരെ ഉണ്ടായിട്ടില്ല? ഞാൻ ഡാൻസ് പഠിച്ചിനോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 2-3 ആഴ്ച, ഒരു 2 മാസം അത്രയേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അതങ്ങ് നിർത്തി. പിന്നെ ഇപ്പോൾ കലോത്സവങ്ങൾക്ക് വേണ്ടി ചെയ്തു വരുന്നു. ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എത്രാമത്തെ തവണയാണ് ഇപ്പോൾ ഇങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? ഞാൻ 3ാം ക്ലാസ് തൊട്ട് നാടോടി നൃത്തം ചെയ്യാൻ തുടങ്ങിയിന്. പിന്നെ ഇക്കൊല്ലാണ് കുച്ചിപ്പൊടി ചെയ്തത്. 3ാം ക്ലാസ് തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ എ ഗ്രേഡൊക്കെ ലഭിച്ചല്ലോ, എന്താണ് പറയാനുള്ളത്? സന്തോഷമായില്ലേ? ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്റ്റേറ്റിലെത്തുന്ന പോലും പ്രതീക്ഷിച്ചിട്ടില്ല, പ്രത്യേകിച്ച് നാടോടി നൃത്തത്തിന്. പക്ഷേ എല്ലാം ഒരു കൃപ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇതുപോലെ ഒരുപാട് നൃത്തങ്ങളൊക്കെ അഭ്യസിക്കാൻ പറ്റട്ടെ, നല്ലൊരു നിലയിലെത്താൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.